ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ധാരണയായി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഇന്ത്യക്ക് മേലുള്ള അമേരിക്കയുടെ മറുചുങ്കം 25-ൽ നിന്നും 18 കുറച്ചു എന്ന ട്രംപിന്റെ പ്രഖ്യാപനം നരേന്ദ്രമോദി സ്ഥിരീകരിച്ചു. പ്രധാനമന്ത്രിയുമായി ടെലിഫോണിൽ സംസാരിച്ചതിന് പിന്നാലെ ആണ് ട്രംപിന്റെ പ്രഖ്യാപനം. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് മോദി ഉറപ്പു നൽകിയെന്നും പകരം അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുമെന്നും ട്രംപ് പറഞ്ഞു. അങ്ങനെ യുക്രൈൻ യുദ്ധം തീരുമെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇക്കാര്യം മോദി സ്ഥിരീകരിച്ചിട്ടില്ല. പി ബസന്ത് ചേർന്ന് വിശദാംശങ്ങളുമായി. ബസന്ത്, ഗുഡ് മോർണിംഗ്. നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ ഇതുവരെയും യാതൊന്നും പറഞ്ഞിട്ടില്ല ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് എന്താണ് ഉണ്ടായത് എന്ന്. പക്ഷേ എല്ലാ കാര്യങ്ങളും ട്രംപാണ് വിശദമാക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? മോദി ഇന്നലെ രാത്രിയാണ് ഈ വ്യാപാര കരാർ സംബന്ധിച്ച ചില സൂചനകൾ പുറത്തു വന്നത്. പ്രധാനമായും അമേരിക്കൻ അംബാസിഡർ സെർജി ഗോർ മോദിയും ട്രംപും തമ്മിൽ സംസാരിച്ചു എന്നും അത് കൂടുതൽ വിവരങ്ങൾക്കായി സ്റ്റേ ട്യൂൺഡ് എന്നുള്ള തരത്തിൽ ഒരു എക്സ്പോസ്റ്റ് നൽകുകയായിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് ട്രംപ് തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ ട്രൂത്ത് സോഷ്യൽ എന്നുള്ള അക്കൗണ്ടിലൂടെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ആയിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അന്തിമമാക്കി എന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. പ്രധാനമായും 4 കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരുന്നത്. ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തും എന്ന് മോദി എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല അമേരിക്കയിൽ നിന്നും വെനിസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമതായി ഇതിന്റെ പശ്ചാത്തലത്തിൽ മോദിയുടെ അഭ്യർത്ഥന പ്രകാരം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ അന്തിമമാക്കിയിരിക്കുന്നു. ഇതിന്റെ തുടർന്ന് ഞങ്ങൾ ഇപ്പോൾ ആ മറുചുങ്കം, അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന മറുചുങ്കം 25-ൽ നിന്നും 18% കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ട്രംപ് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നും അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഏകദേശം $500 ബില്യൺ വില വരുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് പ്രഖ്യാപിക്കുന്നു. ഈ റഷ്യൻ എണ്ണ വാങ്ങാത്ത ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന ഒരു പിഴച്ചുങ്കമുണ്ട് 25%. അതും ആ മറുചുങ്കവും കൂടെ ചേർത്താണ് 50% ചുങ്കം വരുന്നത്. അത് പിഴച്ചുങ്കവും ഒഴിവാക്കും എന്നുള്ളതാണ് അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഇനി 18% ചുങ്കം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചുങ്കം കുറച്ച കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് രാത്രി ഒരു പോസ്റ്റ് ഇട്ടു. പക്ഷേ വ്യാപാര കരാർ സംബന്ധിച്ച ഒരു സൂചനയും അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അതായത് ഇത് ഞാൻ സ്വാഗതം ചെയ്യുന്നു, ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയൊരു കമ്പോളം തുറന്നു കിട്ടുകയാണ് എന്നൊക്കെ മോദി പറഞ്ഞെങ്കിലും ഒരു വ്യാപാര കരാർ അന്തിമമാക്കിയ കാര്യത്തിൽ പ്രധാനമന്ത്രി സ്ഥിരീകരണം നൽകിയില്ല. $500 ബില്യൺ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങും എന്നുള്ള സ്ഥിരീകരണം നൽകിയില്ല. അമേരിക്കൻ വെനിസ്വേലൻ എണ്ണ വാങ്ങും, റഷ്യൻ എണ്ണ വാങ്ങില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം. ഈ 4 കാര്യങ്ങളിൽ ഇനിയിപ്പോൾ സ്ഥിരീകരണം വരാനിരിക്കുന്നു. ഏതായാലും പ്രധാനമന്ത്രി പറയാത്ത കാര്യങ്ങൾ ബാക്കി കേന്ദ്രമന്ത്രിമാർ എല്ലാവരും തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതായത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തുടങ്ങി എല്ലാ കേന്ദ്രമന്ത്രിമാരും ഈ വ്യാപാര കരാർ ചരിത്രപരം എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ പിന്നീട് വരികയും ചെയ്തു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് വരുന്നു. പക്ഷേ കോൺഗ്രസ് ഇതിനെ മറ്റൊരു തരത്തിലാണ് കാണുന്നത്. അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറും റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങില്ല എന്നുള്ള ഇന്ത്യയുടെ പ്രഖ്യാപനമൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെയാണ് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ജയറാം രമേശ് ചോദിക്കുന്നത്. മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് യൂറോപ്യൻ പാർലമെന്റും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയില്ലേ ബസന്ത്? കാരണം ഇന്ത്യ അമേരിക്കയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ കോൺഗ്രസ് ആരോപിക്കുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല, പകരം വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങും തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യക്ക് പകരം പ്രഖ്യാപിക്കുന്നത് അമേരിക്കയാണ് എന്ന അവസ്ഥ. ഇത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിക്കില്ലേ? ഒപ്പം മുൻ കരസേനാ മേധാവിയുടെ പുസ്തകത്തിലെ പരാമർശങ്ങളെക്കുറിച്ചും ചർച്ചയാവില്ലേ? തീർച്ചയായും ഇന്ന് പാർലമെന്റ് ഈ വിഷയത്തിൽ പ്രക്ഷുബ്ധമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പാർലമെന്റ് ചേരുന്ന ഘട്ടത്തിൽ പോലും ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നത്, അതിൽ ഇത്രയും നിർണായകമായൊരു പ്രഖ്യാപനം അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്നു, അമേരിക്കയുടെ അംബാസഡർ നടത്തുന്നു. മണിക്കൂറുകളോളം വിദേശ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ സ്ഥിരീകരണവുമില്ല, കൃത്യമായ മൗനം പാലിക്കുന്നു. പക്ഷേ രാത്രി ഒരു 11:30 മണിയോട് കൂടിയാണ് പ്രധാനമന്ത്രിയുടെ എക്സ്പോസ്റ്റ് മുന്നിൽ വരുന്നത്. അതായത് ഞാൻ ഇതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള തരത്തിൽ. അപ്പോൾ ഇതിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇപ്പോഴും ആർക്കും വന്നിട്ടില്ല. വിദേശമന്ത്രി എസ് ജയശങ്കർ ആകട്ടെ അമേരിക്കയിലുണ്ട്. അദ്ദേഹം ഇന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അത് ധാതുമണലുമായി ബന്ധപ്പെട്ട ഒരു മിഷനുമായി ബന്ധപ്പെട്ടാണ്. ക്രിട്ടിക്കൽ മിനറൽസ് മിനിസ്റ്റീരിയൽ എന്ന് പറയുന്ന ഒരു യോഗത്തിന് വേണ്ടിയിട്ടാണ് ജയശങ്കർ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കും. ഇത് എവിടെ, എങ്ങനെ തുടങ്ങി, എങ്ങനെ അവസാനിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ജയറാം
രമേശ് അതിരൂക്ഷമായി ഇന്നലെ തന്നെ പ്രതികരിച്ചിരുന്നു. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ജയറാം രമേശിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. ഇന്നലെ രാത്രി അദ്ദേഹം പറഞ്ഞത് പതിവ് പോലെ ഇത്തരം ഒരു വ്യാപാര കരാറും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ഫാദർ ഓഫ് ഓൾ ഡീൽസ് അല്ല, മോദി ട്രംപിന് മുന്നിൽ കീഴടങ്ങി എന്നാണ് കോൺഗ്രസിന്റെ പ്രധാന ആരോപണം. ശരി.